18ാമത്തെ ഉദ്ധരണി. എന്താണത്? ഹുക്കിയ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നഹു നിശ്ചയമായിട്ടും കാര്യം. എന്താ ഉദ്ധരണി? ആരത്തൊട്ട എന്നൊന്നും ഇതിലില്ല. അതിന് ഉദ്ധരിക്കപ്പെട്ട ഒരു കഥയുണ്ട്. നല്ലൊരു കഥയാണ്, നല്ലൊരു ചരിത്രം. കാന ലി ഹാറൂൺ റഷീദ്, ഇറാഖിലെ ഭരണാധിപനായ ഹാറൂൺ റഷീദ് ഉണ്ടായിരുന്നു. ആ ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന രാജാവിനുണ്ടായിരുന്നു വലതുൻ, ഒരു കുട്ടി ഉണ്ടായിരുന്നു. കതുബല, ആ കുട്ടി എത്തിച്ചു മിനൽ ഉംരി, ആ വയസ്സിൽ നിന്ന് 16 സന, ഒരു 16 വയസ്സ്, ആ പ്രായപൂർത്തിയൊക്കെ എത്തി. ഒരു 16 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അള്ളാഹു താലാക്കി ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന അടിയങ്ങളും പ്രപഞ്ച സുഖങ്ങളെല്ലാം വെടിഞ്ഞ് ആഖിറത്തെ ചിന്തിക്കുന്ന നല്ല മനുഷ്യർ. ഇങ്ങനെ സാഹിദീങ്ങളും ആബീദികളുമായിക്കൊണ്ടാണ് ഈ കുട്ടിക്കുള്ള ബന്ധം. അവരുടെ കൂടെയാണ് യോജിക്കുക. അങ്ങനെ വക്കാന യഖ്റുജു ഇലൽ മഖാബിരി, ഈ കുട്ടി അധികവും എവിടെ പോകാറും മഖ്ബറകളിലേക്കാണ് പുറപ്പെടുക. അങ്ങനെ മഖ്ബറകൾ ചെന്ന് മഹാൻ സംസാരിക്കും കുട്ടി. ഓ യഖൂലു, ഈ കുട്ടി പറയും, ഖദ് കുൻതും ഖബലന വഖദ് കുൻതും തംലികൂന ദുനിയ ഫമാ അറാഹ മുൻജിയതകും വഖദ് സിർതും ഇലാ ഖുബൂരികും ഫയാ ലൈത ശഅരി മാ ഖുൽതും വമാ ഖീല ലക്കും വയബ്കി ബുകാഅൻ ശദീദ. ഈ കുട്ടി പറയാണ് ഖബറാളികളോട്, ഖദ് കുൻതും ഖബലന, ഞങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. വഖദ് കുൻതും തംലികൂന ദുനിയ, ഈ പ്രപഞ്ചത്തെ നിങ്ങൾ കൈയടക്കി വെച്ചവരായിരുന്നു. ഫമാ അറാഹ മുൻജിയതക്കും, ഈ പ്രപഞ്ചം കൈയടക്കി വെച്ചത് നിങ്ങളെ ഇപ്പോൾ രക്ഷിക്കുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. നിങ്ങൾ ഇട്ടേച്ചുപോയി, അതൊക്കെ അവിടെ ഉണ്ട്. വഖദ് സിർതും ഇലാ ഖുബൂരിക്കും, ഇപ്പൊ നിങ്ങളെല്ലാവരും മണ്ണറ വീട്ടിലേക്കായി മാറി. ഇതാണ് ഇപ്പൊ അവസ്ഥ. അതുകൊണ്ട് പോയാലൈത്ത ഷാരി, ഞാൻ അറിഞ്ഞാൽ എത്ര നന്നായിരുന്നേനെ. മാ കുൽത്തും, എന്താണ് നിങ്ങൾ മറുപടി തരുന്നത്. ഒമാ കീലലക്കും, എന്താണ് നിങ്ങളോട് പറയപ്പെട്ടത്. ഇത് രണ്ടും എനിക്കറിഞ്ഞാൽ എത്ര നന്നായിരുന്നേനെ എന്ന് മക്ബറകൾ ചെന്നുകൊണ്ട് കബറാളികളോട് അഭിമുഖ സംഭാഷണം നടത്തുന്നു ഈ 16കാരൻ. അപ്പൊ ഉഖ്റവിയ ചിന്ത. ഓ യബിക്കി ബുക്കാൻ ഷദീദ, മഹാൻ ആ പറച്ചിലോടുകൂടി ആ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ശക്തമായി കരയുകയാണ്. വക്കാന റളിയല്ലാഹു അൻഹു യുൻഷിദു, അങ്ങനെ ഈ കുട്ടി പാട്ടുപാടുന്നുണ്ട്. തുറവ്വിഉനിൽ ജനായിസു കുല്ല യൗമിൻ വയഗ്സുനുനി ബുകാഉൻ നായിഹാതി. തുറവ്വിഉനി അൽ ജനായിസു, മയ്യത്തുകൾ എന്നെ ഭയപ്പെടുത്തുന്നു. കുല്ലയോമിൻ, എല്ലാ ദിനം ഇങ്ങനെ മയ്യത്തുകൾ കാണുകയാണ് ഞാൻ. ഇവരൊക്കെ ഇങ്ങനെ യാത്ര പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കാണുമ്പോൾ എനിക്ക് പേടിയാണ്. എന്റെ അവസ്ഥയും ഇത് തന്നെയാണല്ലോ. ഉറ്റവരും ഉടയവരും പ്രിയക്കാരും പോയതുകൊണ്ട് അവരുടെയൊക്കെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് കരയുന്ന ശബ്ദിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവിടെ. അത്തരം ശബ്ദിക്കുന്ന ആൾക്കാരുടെ ഏങ്ങലടികളും ദുഃഖക്കരച്ചിലുകളും എന്നെ മുഷിപ്പാക്കുന്നു, ദുഃഖത്തിലായെത്തുന്നു എന്ന് മഹാൻ പാടുമായിരുന്നു. ഇതാണല്ലോ നമ്മുടെയൊക്കെ അവസ്ഥകൾ. ഇതാണല്ലോ ഈ പ്രപഞ്ചത്തിൽ അവസാനം കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഇരിക്കെ ഈ കുട്ടി ഇങ്ങനെ വളർന്നു വരികയാണ്. 16 വയസ്സായ കുട്ടിയാണ്. ഫലമ്മാക്കാന ഫി ബാദിൽ അയ്യാമി, ചില ദിനങ്ങളിൽ ഈ കുട്ടിയായി മറ അല അബീഹി, തന്റെ പിതാവിന്റെ അരികിൽ കൂടെ നടന്നു പോകുമ്പോൾ എത്തരത്തിൽ ഹൗലഹു വുസറാഹു, ഈ പിതാവായ ഹാറൂൺ റഷീദ, ഹാറൂൺ റഷീദിന്റെ ചുറ്റുവട്ടത്ത് മൂപ്പര മന്ത്രിമാരുമൊക്കെ ഉണ്ട്. കിബാറു ദൗലത്തിഹി, അദ്ദേഹത്തിന്റെ അധികാര കൂട്ടത്തിൽ പ്രമുഖന്മാരുണ്ട്, അവരുമുണ്ട്. വാഹിലു മംലകത്തിഹി, അദ്ദേഹം ഉടമയാക്കി വെച്ച നാട്ടിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാ മഹാസമ്മേളനം, ആ സമ്മേളനത്തിലാണ് പിതാവുള്ളത്. ആ പിതാവിന്റെ അരികിൽ കൂടെ ചില ദിനങ്ങളിൽ ഈ കുട്ടി നടന്നു പോകും. അലേഹി, ഈ കുട്ടിന്റെ ശരീരത്തിലുണ്ട് ജുബ്ബത്തു സൂ, ഒരു രോമ ജുബ്ബ. ആ ജുബ്ബ രോമത്തിന്റെ കുപ്പായുണ്ടെന്ന് അർത്ഥം. ഇപ്പൊ അലാ റഅ്സിഹി, ഈ കുട്ടിയുടെ തലയിൽ കാണുന്ന എന്താണ്? മീസറുൻ, ഒരു തുണി കഷ്ണം കാണും. തലയിലൊരു തുണി ഉണ്ടാകും, ശരീരത്തിലൊരു രോമകുപ്പായത്തിന്റെ ജുബ്ബയുണ്ടാവും. ഈ നിലപാടിലൂടെയാണ് കാണുന്നത്.
മീസറു സൂഫിൻ, അതും രോമത്തിന്റെ വസ്ത്രം തന്നെ ഉള്ളത്. ഇങ്ങനെ ആകപ്പാടെ കണ്ടാൽ രാജാവിന്റെ കുട്ടിയാണെന്ന് പറയാൻ പറ്റില്ല. ഈ കുട്ടികാരൻ രാജാവ് അറിയുന്നവർക്കൊക്കെ എന്താ പറയും, ഈ കുട്ടികാരൻ രാജാവിന് വഷളത്തറുണ്ട് എന്നാ. ആവട്ടെ ഈ കുട്ടി ഇങ്ങനെ പോകുമ്പോൾ അവിടെ കൂടിയ പ്രജകൾ ചില ആൾക്കാർ പറയുന്നു, ലഖദ് ഫല്ലഹ ഹാദൽ വലദു അമീറൽ മുഅ്മിനീൻ ബൈനൽ മുലൂക്കി. ഒരുപാട് രാജ്യത്ത് രാജാക്കന്മാരുണ്ട്, അവർക്കിടയിലും പേര് കേട്ട രാജാവ് ഹാറൂൻ റഷീദ്. ഈ ഹാറൂൻ റഷീദ് എന്ന് പറയുന്ന അമീർ മുഅ്മിനായിരിക്കുന്ന ഈ രാജാവിനെ ഈ കുട്ടി വഷളയാക്കുന്നുണ്ട്. സമുദായം എന്നറിയുമ്പോൾ ഈ രാജാവിന് പോരാത്തരുണ്ടല്ലോ എന്നാണ്. അങ്ങനെ ഫലോ ആത്തബഹുവും. അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിൽ പറയാണല്ലോ, ഈ കുട്ടിയെ ഹാറൂൻ റഷീദ് എന്ന് ആക്ഷേപിക്കുകയാണെങ്കിൽ ലഅല്ലഹു യർജിഉ അമ്മാ ഹുവ അലൈഹി. ഇപ്പൊ ഈ കുട്ടി നിൽക്കുന്ന നിലപാടുണ്ടല്ലോ, ഈ കണ്ടാൽ ആർക്കൊരു പ്രൗഢിയില്ലാത്ത, കാണാൻ ചന്തമില്ലാത്ത ഒരു രൂപത്തിലൂടെ സഞ്ചരിച്ച് കിടക്കുന്ന, ഒരു പ്രസന്ന വേഷം ധരിച്ചൊരു എന്താ പറയാ, ആൾക്കാർക്ക് ആർക്കും കൊല്ലാത്ത രൂപത്തിൽ നടക്കുന്ന ഈ രീതി ഉണ്ടല്ലോ, ഇത്തരം രീതിയെ തൊട്ട് ഈ കുട്ടി മടങ്ങിയേക്കാം പിതാവ് ആക്ഷേപിക്കുകയാണെങ്കിൽ എന്ന് തമ്മിൽ പ്രജകൾ പറഞ്ഞു വെച്ചു. അങ്ങനെ പറയാണ് ഇപ്പൊ കല്ലമോബി ദാലിക്ക, ആ വിഷയത്തിൽ എന്തായി രാജാവിനോട് ഈ ബാലു ചെന്ന് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ മോന് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, ഇതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാത്തൊരു വഷളത്തരാണ്. രാജാവാണ്, മറ്റു നാട്ടിലുള്ള രാജാക്കന്മാർക്കിടയിൽ നിങ്ങളെന്തായി അപമാനിതനായി പോകും, കുട്ടികളെ വഷളാക്കുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ അത് ശരിയാണ് തോന്നിയിട്ട് ഹാറൂൻ റഷീദ് രാജാവ് വിളിച്ചു, യാ ബുനയ്യ, എന്റെ മോനെ എന്ന് വിളിച്ചിട്ട് പറയാണ്, ഫല്ലഹ് തനി ബിമ അൻത അലൈഹി. നീ ഇപ്പൊ ഈ നടക്കുന്ന രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ, മോശമായ രൂപമാണ് ഇതൊക്കെ, ഈ രൂപം കാരണം എന്നെ നീ വഷളയാക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ നളറയിലേക്ക് വലം യുജിബു, കുട്ടി എന്ത് ചെയ്തില്ല, പിതാവ് ഇത് പറയുമ്പോൾ പിതാവിന്റെ മുഖത്തേക്കൊന്ന് കുട്ടി നോക്കിയേ ഉള്ളൂ, ഒരു മറുപടിയും കൊടുത്തില്ല. അങ്ങനെ കുട്ടി മൗനത്തിലാണ്. പിന്നെന്താ കുട്ടി ചെയ്തത്, അതൊരു അത്ഭുതത്തിലൂടെ, സ്ഥാനത്തിലൂടെ പിതാവിന് കാണിച്ചു കൊടുക്കുകയാണ്. സുമ്മ നളറ ഇലാ ത്വാഇരിൻ, ഒരു പക്ഷിയിലേക്ക് ഈ കുട്ടി നോക്കി. ബഹുബ, പക്ഷിയാകുന്നത് അലാ ഷിറാഫത്തിൻ മിൻ ഷറാരീഫിൽ ഖസർ, കോട്ട, ഈ രാജാവിന്റെ കോട്ടയുടെ മുകൾ ഭാഗത്ത് ഉയർന്ന ഭാഗങ്ങളുണ്ടാവും. ആ ഉയർന്ന ഭാഗത്തിൽ ഒരു പക്ഷി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുമല്ലോ പള്ളിന്റെ മുനാരങ്ങളിലും മറ്റു വീടിന്റെ ഉയർന്നു നിൽക്കുന്ന കമ്പിന്റെ മേലൊക്കെ വന്ന് നിൽക്കുമല്ലോ പക്ഷി. എന്നതുപോലെ ഈ രാജാവിന്റെ കോട്ടന്റെ മുകളിൽ ഉയർന്ന ഭാഗത്തൊരു പക്ഷിയെ കണ്ടു. ആ പക്ഷിയെ കണ്ടപ്പോ എന്താ കാല, എന്നിട്ട് ഈ കുട്ടി വിളിക്കുന്ന പക്ഷിയെ, ഐഹത്തോയർ, പക്ഷി, ബി ഹഖില്ലദീ ഖലഖക, നിന്നെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട് അല്ല, ആ അള്ളാന്റെ ഹക്ക് വെച്ചിട്ട് നിന്നെ ഞാൻ വിളിക്കുന്നു. ഇല്ലാ ജിഅ്ത അലാ യദി, കൈ കാണിച്ചിട്ട് പറയുന്നു, എന്റെ ഈ കൈയിന്റെ മേൽ നീ വന്നിട്ടല്ലാതെ ഇല്ല, അപ്പൊ നീ വരണം. പക്ഷി, നീ മുകൾ ഭാഗത്ത് നിന്റെ കയ്യിലേക്ക് വാന്നാണ് അള്ളാനെ മുൻനിർത്തി ഇങ്ങോട്ട് തവസ്സുലാക്കിയിട്ട് ഈ 16-കാരനായ രാജാവിന്റെ മകൻ പിതാവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത്. അങ്ങനെ എന്തിനു പറയുന്നു, ഫംഗല്ലത്വാഇറു അലാ കഫിൽ ഉലാമി. അപ്പൊ ഈ കുട്ടിന്റെ മുൻകൈയുടെ മേലിൽ ആ മുകളിൽ നിൽക്കുന്ന പക്ഷി ഇങ്ങോട്ട് വീണതുപോലെ ഇറങ്ങി വന്നു, നേരെ മുൻകൈയിലേക്ക് വന്നു. നോക്കുക, എൻകള്ള പൊളിഞ്ഞു വീഴാന്ന് അർത്ഥമുണ്ട്. ആ പൊളിഞ്ഞു വീഴാന്ന് പറയുന്ന ഉദ്ദേശം എന്താ, പക്ഷി നേരെ കീബിളിന് വന്നു എന്നർത്ഥം. അങ്ങനെ കുട്ടിന്റെ മുൻകൈയിന്റെ മുകൾ ഭാഗത്തേക്ക് ആ പക്ഷി ഇറങ്ങി വന്നു. ഈ സംസാരം കേട്ടിട്ട് സുമ്മ കാലലഹു, പിന്നീട് ആ പക്ഷിയോട് ഈ കുട്ടി പറഞ്ഞു, ഇർജ ഇലാ മൗലിക, നീ എവിടെ ഇരുന്നത് അതേ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിക്കോന്നും പറഞ്ഞു. ഫറജ ഇലാ മൗലിഹി, ആ പക്ഷി ഇരുന്ന അതേ സ്ഥാനത്തേക്ക് ആ പക്ഷി മടങ്ങിപ്പോകുന്നു. ഇത് ഈ 16-കാരനായ കുട്ടി രാജാവിന് കാണിച്ചു കൊടുത്തു, പിതാവിന് കാണിച്ചു കൊടുത്തു. അതങ്ങനെ പോയ ശേഷം പിന്നെ പക്കാല, ഇതാ ഈ കുട്ടി പറഞ്ഞു, ബിഅഖി മൻ ഖലഖക, നിന്നെ സൃഷ്ടിച്ച റബ്ബുണ്ടല്ലോ, ആ റബ്ബിന്റെ ഹക്ക് വെച്ചിട്ട് പറയുന്നു, ഇല്ല മാ സഖത്ത ഫീ കഫി അമീരിൽ മുഅ്മിനീൻ. ഇതെന്റെ പിതാവാണ് അമീറുൽ മുഅ്മിൻ അല്ലേ, ഈ അമീറുൽ മുഅ്മിന്റെ കയ്യിലേക്ക് നീ ഒന്ന് വീഴണമെന്ന് പറഞ്ഞു. ഞാൻ അള്ളാഹിനെ മുൻനിർത്തി ചോദിക്കുകയാണ്,
അപ്പോൾ ആ പക്ഷി അവിടെ കീപ്പിട്ട് വരണം. ആരെ? കുട്ടിന്റെ കയ്യിലേക്ക് വന്നതുപോലെ ഈ അമീർ മുഅ്മിന്റെ കയ്യിലേക്കൊന്ന് വരണം. ഫമാ നസല, ഇത് പറയുമ്പോൾ ആ പക്ഷി ഇറങ്ങി വന്നില്ല, അവിടെ നിന്നു. വഖാലഹു അൽ ഉലാം, അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പോൾ ആദ്യം പറഞ്ഞത് കുട്ടിയല്ലേ പറഞ്ഞത്. ആ കുട്ടി പറഞ്ഞതിന് ശേഷം വഖാല, അപ്പൊ പിന്നെ രാജാവേക്കാരൻ പറയും. അമീർ മുഅ്മിൻ പറഞ്ഞതാണ്. കുട്ടി പറഞ്ഞതുപോലെ അമീർ മുഅ്മിനും പറഞ്ഞു, ബി അഖീം മൻ ഖലഖക ഇല്ലാ മാ സഖത്ത ഫീ കഫി അമീർ മുഅ്മിൻ, അങ്ങനെയായിരിക്കാം. അപ്പൊ ഹാറൂൻ റഷീദ് അങ്ങനെ പറഞ്ഞു നോക്കി. പക്ഷെ ഫമാ നസല, ആ പക്ഷി ഇറങ്ങി വന്നില്ല. അപ്പൊ വഖാലൽ ഉലാമു, അപ്പൊ കുട്ടി പിതാവിനോട് പറഞ്ഞു, അൻതല്ലദീ ഫല്ലഹ്തനി ബിഹുബ്ബിക ദുനിയ, അങ്ങ് ഈ ദുന്യാവിന്റെ നല്ല പ്രേമത്തിലാണ്. ഈ പ്രേമം കാരണം കൊണ്ട് ഇപ്പൊ നിങ്ങളല്ലേ എന്നെ വഷളാക്കിയത്. ഞാൻ നിങ്ങളാരും വഷളാക്കിയിട്ടില്ല. ഞാൻ ഈ പ്രപഞ്ചം വെടിഞ്ഞു. അപ്പൊ അള്ളാഹ് എനിക്കൊരു സ്ഥാനം തന്നു, അത് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ആ പക്ഷി നേരെ എന്റെ കയ്യിലേക്ക് വന്നു. അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് വന്നോ? ഇല്ലല്ലോ. അപ്പൊ വഷളാക്കിയപ്പോൾ നിങ്ങളല്ലേ. അപ്പൊ നിങ്ങൾ ദുനിയാവിനെ പ്രേമിച്ചത് കാരണം നിങ്ങൾ എന്നെ വഷളയാക്കിയത് എന്ന് രാജാവിനോട് കുട്ടി പറഞ്ഞു. അപ്പൊ വെളുക്കാൻ തേച്ചത് പാണ്ടായി നടത്തം. വഖദ് അസംതു അലാ മുഫാറഖതിക, അതുകൊണ്ട് നിങ്ങളും ഞാനും വിട്ടുപിരിയാൻ പോവുകയാണ്. നിങ്ങളോട് വിട്ടുപിരിയുന്നതിന് മേൽ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ഞാൻ വരില്ല പറഞ്ഞു. അപ്പൊ ഫാറഖഹു, അങ്ങനെ ഹാറൂൻ റഷീദിനോട് തന്റെ മകൻ വിട്ടുപിരിഞ്ഞു പോകുമ്പോൾ ആ കൊട്ടാരത്തിൽ പലതും ഉണ്ടാവും, രാജാവല്ലേ. പക്ഷെ ഒന്നും എടുത്തില്ല. വലം യതസവ്വദ് മിൻ ബിശൈ, ഒരു ഭക്ഷണ സാധനവുമായിട്ട് ഒന്നും മൂപ്പർ അവിടെ എടുത്തില്ല. എടുത്തത് എന്ത് മാത്രമാണ്? ഇല്ലാ മുസ്ഹഫിൻ കരീമിൻ വ ഖാതമിൻ, ഒരു വസ്തുവും എടുത്തിട്ടില്ല. ഇല്ലാ മുസ്ഹഫിൻ കരീമിൻ വ ഖാതമിൻ എന്ന് വെക്കാം. അല്ലെങ്കിൽ എന്ത് വെക്കുക? ഒരു വസ്തു, എങ്ങനത്തെ മാന്യമായിരിക്കുന്ന മുസാഫ്, മോതിരം, ഇതല്ലാതെ ഒന്നും മൂപ്പരെടുത്തിട്ടില്ല എന്നാണ്. അപ്പൊ അല്ലെങ്കിൽ യതസവ്വദ് മിൻ ബിശൈഇൻ, കോട്ടയിൽ നിന്ന് അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ഒരു വസ്തുവും ഈ കുട്ടി സ്വീകരിച്ചില്ല. എന്തൊഴിച്ച് എന്ത് മാത്രമേ അവിടെ എടുത്തുകൊണ്ടുപോയിട്ടുള്ളൂ? ഇല്ലാ മുസാബുൻ കരീമും വഖാത്തമുൻ, മോതിരം അതുപോലെ മുസാബ് മാത്രമേ എടുത്തുകൊണ്ടുപോകപ്പെട്ടിട്ടുള്ളൂ എന്ന് വെക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇല്ലാ മുസാഫൻ കരീമൻ വഖാത്തമൻ. ഇവിടെ ഇപ്പൊ നെസ്ബിന്റെ രൂപത്തിലല്ല കാണുന്നത്, ഇവിടെ കാണുന്നത് ഇപ്പൊ എന്താണ്? മർഫു രൂപത്തിലാ. അപ്പൊ പിന്നെ എങ്ങനെ വെക്കും എന്നാണ് ആലോചിക്കുന്നത്. ഞാനെന്തായി? നിങ്ങളുമായി വിട്ടുപിരിയുവാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു? പിതാവിനോട് കുട്ടി വിട്ടുപിരിഞ്ഞു. വലം യതസവ്വദ് മിൻഹു, പിതാവിൽ നിന്ന് കുട്ടി ഒന്നും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഒന്നും കുട്ടി സ്വീകരിച്ചിട്ടില്ല. എന്നാ പിന്നെ എന്തേ കൊണ്ടുപോയിട്ടുള്ളൂ? ഇല്ലാ മുസാഫൻ കരീമൻ വഖാത്തമൻ എന്ന് കാണണം. പക്ഷെ അങ്ങനെ കാണുന്നില്ല. നീ തെറ്റിപ്പോയത് എനിക്ക് അറിയൂല. ഏതാണ്ട് രണ്ട് യോജിപ്പിൽ അർത്ഥം വെച്ചോക, അല്ലെങ്കിൽ സങ്കല്പിക്കുക. കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോകപ്പെട്ടത് ഇല്ലാ മുസാഫുൻ കരീമും വഖാത്തമുൻ, ഒന്നും കൊണ്ടുപോകപ്പെട്ടിട്ടില്ല. കൊണ്ടുപോകപ്പെട്ടത് മോതിരവും മുസാഫ് മാത്രമാണ് എന്ന് വെക്കാം. വൻ ഹദറ ഇലൽ ബസറത്തി, അങ്ങനെ അവിടുന്ന് ബസറയിലേക്കാണ് കുട്ടി ഇറങ്ങിപ്പോയത്. വക്കാന യഅമലു, ഈ കുട്ടി ജോലി ചെയ്യും. മഅൽ ഫിഇലത്തി, പ്രവർത്തിക്കുന്ന ആൾക്കാർ പലരും ഓല കൂടെയൊക്കെ ജോലി ചെയ്യും. ഫിത്വീനി, മണ്ണിലാണ് തൊഴില്. വക്കാന ലാ യഅമലു ഇല്ലാ യൗമ സബതി, ശനിയാഴ്ച മാത്രമേ ജോലി ചെയ്യുള്ളൂ. അതന്നെ ബി ദിർഹമിൻ വ ദാനിഖിൻ, ഒരു നാണയവും ഒരു നാണയത്തിന്റെ 1/6 കൊണ്ടുമാണ് ജോലി. യതഖവ്വതു ബി കുല്ലി യൗമിൻ ദാനിഖൻ, അങ്ങനെ ഒരു ദാനിക്ക് എന്ന് പറഞ്ഞാൽ 1/6 ദിർഹം. 1/6 എടുത്തിട്ട് ആ ഒന്നാണ് എല്ലാ ദിനവും മൂപ്പര് ഭക്ഷണമായി ഉപയോഗിക്കുക. അത് മാത്രം ഭക്ഷണം ശേഖരിച്ചുകൊണ്ട് കഴിക്കും. ഇങ്ങനെയാണ് മൂപ്പര പോക്ക്. അങ്ങനെ പറയട്ടെ, കാല അബു ആമിർ ബസരി എന്ന് പറയുന്ന ആളുണ്ട്. മൂപ്പര് പറയാണ്, വഖദ് കാന വഖബി ജിദാരി ഹായിത്തുൻ, എനിക്കൊരു മതില് വെയിലുണ്ടായിരുന്നു. ആ വെയിലിൽ ഒരു മതില് വന്ന് വീണ് പൊളിഞ്ഞു കിടക്കുന്നുണ്ട്. അങ്ങനെ എന്തായാൽ നന്നാക്കണം, ഈ പൊളിഞ്ഞ മതിലൊന്ന് നന്നാക്കണ്ടേ. അങ്ങനെ ഹറജത്തു അത്തിലുമായി യാമരുലി ഫിൽ ഹായിത്തി,
ഈ മതിലിൽ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് തേടി ഞാൻ അന്വേഷിച്ചു, പുറപ്പെട്ടു പോയി. അങ്ങനെ ഇരിക്കുമ്പോ ഇത് റഅയ്തു ഉലാമൻ, ഒരു കുട്ടിയെ കണ്ടു ഞാൻ. അങ്ങനെ കണ്ടു നോക്കുമ്പോ ലം അറ അഹ്സന മിൻഹു വജ്ഹൻ, എന്തൊരു ചൊറുക്കുള്ള കുട്ടി അറിയോ, നല്ല അഴകുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ അഴകുള്ള കുട്ടി ഞാൻ കണ്ടിട്ടില്ല. ഓ ബൈന യദൈഹി, അവിടെ യദൈത്തിന്നുണ്ടാവും, അത് തെറ്റാണ്. ഓ ബൈന യദൈഹി, കുട്ടിക്ക് മുന്നിലുണ്ട് സിംബീരുൻ, കൊട്ടയുണ്ട്. അപ്പൊ കൊട്ട മുന്നിൽ വെച്ചിട്ട് കുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒഹുവ യഖറു, എത്തരത്തിൽ കുട്ടി വായിക്കുന്നുണ്ട്. ഈ മുസാഫിൻ, മുസാഫ് നോക്കി ഓതുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു രംഗമാണ്. അപ്പൊ കുട്ടിന്റെ മുന്നിൽ എന്തുണ്ട്, ഒരു വട്ടിയുണ്ട്. കുട്ടി മുസാഫ് ഓതിക്കൊണ്ടിരിക്കുന്ന നല്ല അഴകുള്ളൊരു കുട്ടി. ഈ കുട്ടി ഞാൻ കണ്ടു. അങ്ങനെ ഫഖുൽതു ലഹു, ഈ കുട്ടിയോട് അബു ആമിർ ബസരി പറയാണ്, ഞാൻ ചോദിച്ചു, യാ ഉലാം അത്തഅമലു, താങ്കൾ വല്ല ജോലി ചെയ്യുമെന്ന് ചോദിച്ചു. ഫഖാല, അപ്പൊ ഈ കുട്ടി പറയാണ്, വലം അഅമൽ അലിൽ അമലി ഖുലിഖ്തു, ഞാനൊരു അമലും ജോലിയൊന്നും ചെയ്യൂല, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നെ സൃഷ്ടിക്കപ്പെട്ടത് എന്നൊരു മറുപടിയും കൊടുത്തു. പക്ഷെ വിട്ടില്ല. വലാക്കിൻ, എങ്കിലും ആ കുട്ടി പറയാണ്, അഖ്ബിർനി ഫി അയ്യിൽ അഅമാൽ, ഏതൊരു കർമ്മത്തിലും ഏതൊരു ജോലിയിലാണ് ഞാൻ ചെയ്യേണ്ടത്, നിങ്ങൾ എനിക്ക് വിവരം നൽകണം എന്ന് പറഞ്ഞു. തസ്തഅമിലുനി, നിങ്ങൾ എന്നെ ജോലിക്കാരെ ഉപയോഗപ്പെടുത്താൻ ഏതിലാണ് വിവരം തരുമെന്ന് പറഞ്ഞു. അപ്പൊ അബു ആമിർ പറയാണ്, ഫഖുൽതു, അപ്പൊ ഞാൻ പറഞ്ഞു, ഭിത്തീന്, മണ്ണിൽ, മതിൽ പൊളിഞ്ഞാടി കിടക്കുന്നുണ്ട് അവിടെ, ആ മണ്ണൊക്കെ കൂട്ടി റെഡിയാക്കി ജോലി ചെയ്യണം എന്ന് പറഞ്ഞു. ശരി. ഫഖാല, അപ്പൊ പിന്നെ ഈ കുട്ടി പറയാണ്, എന്ത്, ബി ദിർഹമിൻ വദാനിഖിൻ, എനിക്ക് ഒരു വെള്ളി നാണയവും ഒരു വെള്ളി നാണയത്തിന്റെ 1/4 ഭാഗവും വേണം, ഇതിനാ ജോലി ചെയ്യാന്ന് പറഞ്ഞു. ഓ ഉസല്ലി സ്വലാത്തി, സമയങ്ങളൊക്കെ ആകുമ്പോ എന്റെ നിസ്കാര കർമ്മ ഉണ്ട്, അത് ഞാൻ അർത്ഥം ചെയ്യുന്നു. ഇങ്ങനെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വഖുൽതു ലഹു ദാലിക, ശരി നിങ്ങൾ വന്നോളി, ആ തരാം, നിങ്ങൾ നിസ്കരിച്ചോളി, അതൊന്നും നമുക്ക് വിഷയമല്ലാന്ന് അബു ആമിർ മറുപടിയും കൊടുത്തു. അങ്ങനെ സുമ്മ മളയ്തു ബിഹി ഇലൽ അമൽ വതറക്തുഹു യഅമലു, അങ്ങനെ മൂപ്പരെന്താകുന്നു, ഈ കുട്ടിയെ കൂട്ടി ജോലി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. ഞാനങ്ങനെ കൊണ്ടുപോയി. വതറക്തുഹു യഅമലു, അങ്ങനെ കുട്ടി ജോലി ചെയ്തതായിട്ട് കുട്ടി ഞാൻ ഉപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ കുട്ടി പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങുക. കുട്ടി അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ കുട്ടിയെ കൊണ്ടുപോയി, കുട്ടി ഇപ്പൊ ജോലിയിലാണ്. ജോലിയിലായതിന് ശേഷം പിന്നെ എന്തുണ്ടായി?